അപ്പം ഇന്ന് നമ്മൾ പരിപാടി മീൻ പിടിക്കാൻ പോകുന്നതിന് എന്താ പരിപാടി? മണ്ണിര പിടിക്കുക. കിട്ടിയോ? നോടെ തുമ്പി കാണിക്ക്. മണ്ണിര കിട്ടി. മണ്ണിര ഫോക്കസ് ആവുന്നില്ല. ആദ്യക്കുട്ടനെ ഈ പണിയൊന്നും എടുത്ത് കഷ്ടപ്പെടുത്തുന്നല്ല കേട്ടോ. ഇവൻ ഇങ്ങനത്തെ പണിയൊക്കെയാണ് ഇഷ്ടം. വയലിൽ പണിയെടുക്കുക, പറമ്പിൽ പണിയെടുക്കുക, കൊത്തുക, കിളയ്ക്കുക, ഇതൊക്കെയാണ് ഇവൻ്റെ താല്പര്യം. ബോസേ, ബോസ് ഇങ്ങോട്ട് നോക്ക്. ബോസേ ഒന്ന് മീനെ കിട്ടുമോ? ഓക്കെ, അപ്പോൾ ചാടിത്തുള്ളി മീനെ പിടിക്കാനായിട്ട് പോകുന്നുണ്ട്. ചൂണ്ടൽ റെഡി, മണ്ണിര റെഡി. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ആ കവർ കണ്ടോ? അതെന്തിനാണെന്നറിയോ? മീനിനെ ഇട്ട് കൊണ്ടുവരാനുള്ളതാ. അപ്പോൾ ഇന്ന് രാത്രിക്കത്തേക്ക് നമുക്ക് കറി വെക്കാം, മീൻ വാങ്ങിക്കണ്ട. അതിനിടയ്ക്ക് ആ വണ്ടി കൂടെ പോകുന്നത് ആദിക്കുട്ടൻ്റെ അച്ഛനാണ് കേട്ടോ. അതാണ് പുറകെ ഓടി ഒന്ന് കളിപ്പിച്ചത്. അപ്പം നമ്മൾ മീൻ പിടിക്കാൻ പോവാണ്. നമ്മളെങ്ങോട്ടാ പോകുന്നത് ആദിക്കുട്ടാ? മീൻ പിടിക്കാൻ. മല, കുന്ന്, മീൻ പിടിക്കുന്ന സ്ഥലം. നമുക്ക് ഡോറനെ കൂടി മീൻ പിടിക്കാൻ കൂട്ടിയാലോ? ഡോറ വേണ്ട, അപ്പം നമുക്ക് ബുജി ഉണ്ടല്ലോ ആദിക്കുട്ടൻ. അപ്പം ഡോറനെയും ബുജിനെയൊക്കെ ഒഴിവാക്കി ഞങ്ങൾ മീൻ പിടിക്കാൻ പോവാണ്. ഈ കുന്നും കാടും മലയൊക്കെ കടന്ന് വേണം കേട്ടോ അപ്പുറത്ത് എത്താൻ വേണ്ടിയിട്ട്. തോടിനടുത്തേക്കുള്ള സ്ഥലത്ത് മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. ആ കുന്നിൻ്റെ സൈഡിൽ കൂടെ ചെറിയൊരു വഴിയേ ഉള്ളൂ. അവിടെ നിന്ന് താഴെ പോയാൽ നേരെ വയലിലേക്കാണ്. അപ്പോൾ പണി എന്താ കിട്ടിയെന്ന് വെച്ചാൽ തോട്ടിലേക്കുള്ള വഴി വെള്ളം കുറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് റെഡി ആയിട്ടുണ്ടാവുമെന്ന് വെച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെ നല്ല ഒഴുക്കും വെള്ളം ഉണ്ടായിരുന്നു. അപ്പം ഞാനിത് നമുക്ക് ചാടി കടക്കുക അല്ലേ എന്ന് പറയുമ്പോഴേക്കും ദേ രണ്ടെണ്ണം തിരിച്ച് ആ കുന്നിൻ്റെ സൈഡിലെത്തിയിരിക്കുന്നു. അപ്പോൾ പിന്നെ നനയാൻ വയ്യാന്ന് പറഞ്ഞ് ചൂണ്ടലിടാനല്ലേ പോകുന്നത്, നനയാൻ വയ്യാന്ന് പറഞ്ഞിട്ട് സ്ഥലം മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് പോയി. കുറേ മുമ്പ് ഞങ്ങൾ അലക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്തിരുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. പിന്നെ എല്ലായിടത്തിലും വീട്ടിൽ പൈപ്പും വെള്ളമൊക്കെ ആയതിനു ശേഷം ആരും പോവാതായി. അപ്പോൾ ഇവിടെ ഇന്ന് ചൂണ്ടലിടാന്ന് പറഞ്ഞത് മണ്ണിരയൊക്കെ കോർത്ത് ഇരിക്കുന്നുണ്ട്. പാവം ചൂണ്ടൻ്റെ മുകളിൽ ജീവന് വേണ്ടി പിടിക്കുന്ന മണ്ണിര. ഈ മണ്ണിര തന്നെ ബലി കൊടുത്ത് നമുക്ക് മീനിനെ പിടിക്കാം. അപ്പോൾ മണ്ണിരനെ കോർത്ത് വെള്ളത്തിലേക്ക് ഇട്ട് രണ്ടുപേരും കാത്തിരിപ്പാണ്. ചൂണ്ട അനക്കാതെ വെച്ചാൽ മീൻ വരും എന്ന് പറഞ്ഞിട്ട് ആദ്യക്കുട്ടൻ തുമ്പിച്ചേച്ചിനോട് മിണ്ടരുത് എന്ന് വരെ പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് മീൻ പിടിക്കാൻ അറിയാഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കി. എവിടെ നമുക്കിതൊന്നും പറഞ്ഞ പണിയല്ലാന്നേ. അങ്ങനെ വീണ്ടും മീൻ പിടിക്കാൻ അറിയാഞ്ഞിട്ടല്ല, സ്ഥലത്തിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഒന്നും കൂടെ സ്ഥലം മാറ്റി നോക്കിട്ടോ. ഇതിപ്പോ ചുരുക്കി പറഞ്ഞ സ്ഥലം മാറ്റം മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഈ പാലത്തിന്റെ ചോട്ടിലൊക്കെ വന്ന് എത്ര ചെറുക്കന്മാരാ മീനും പിടിച്ചോണ്ട് പോകുന്നത്. നമ്മുടെ ചൂണ്ടയിൽ മാത്രം എന്തേ മീൻ കൊത്താതെ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മീൻ പിടിക്കാൻ ചൂണ്ടയിട്ട് പിടിക്കാം കേട്ടോ. മീൻ ചൂണ്ടയിട്ട് പിടിക്കാൻ എന്തെങ്കിലും ട്രിക്ക് അറിയെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തന്നേക്കണേ. എന്നാൽ ഈ അവധി ദിവസങ്ങളിലൊക്കെ അധിക ദിവസം ഓരോ ചെറുക്കന്മാർ വന്ന് ഇഷ്ടം പോലെ മീൻ പിടിച്ച് പോകുന്ന കാണാം. എങ്ങനെയാണോ ഇതൊക്കെ? അപ്പോൾ എന്തായാലും മീനോ കിട്ടുന്നില്ല, വെള്ളത്തിലിറങ്ങി കളിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആദ്യക്കുട്ടൻ വെള്ളത്തിലിറങ്ങി കളിക്കുന്നുണ്ട് കേട്ടോ. ഇത് മഴ പെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം കയറിയൊരു സ്ഥലമാണ്, ഒഴുക്കൊന്നുമില്ല. അപ്പോൾ ചൂണ്ടയിൽ എന്തായാലും മീൻ കിട്ടിയില്ല. എന്നാൽ എനിക്കിന്ന് മീനെ പിടിച്ചേ പറ്റുമെന്ന് പറഞ്ഞ് ചെറിയ ബോട്ടിൽസ് എടുത്തിട്ട് ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ആദ്യക്കുട്ടൻ. ഒരു മീനെങ്കിലും പിടിച്ചേ ഇന്ന് വയലിൽ നിന്ന് വരുമെന്ന് പറഞ്ഞിട്ട് ആൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പുറകെ പോവല്ലാതെ ഞങ്ങൾക്ക് വേറെ രക്ഷയില്ലാതെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് വയലിൽ വെള്ളം കയറിയ സ്ഥലത്ത് മീനുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോയി. ആദ്യക്കുട്ടൻ്റെ കയ്യിൽ കുറച്ച് ചോറുണ്ടായിരുന്നു ഫിഷ് ട്രാപ്പിൽ ഇട്ടതിൻ്റെ ബാക്കി. അതവിടെ ഇട്ടപ്പോൾ മീനുണ്ടെന്ന് മനസ്സിലായത് ഫിഷ് ട്രാപ്പ് വെള്ളത്തിലേക്ക് താഴുന്നതിനനുസരിച്ച് ചുറ്റും മീൻ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് അവൻ കുറച്ച് ചോറ് അല്ലാതെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിറയെ മീൻ ഫിഷ് ട്രാപ്പിന് ചുറ്റും ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ട്രാപ്പിലേക്ക് ഒന്നുപോലും കയറിയില്ല. ഇവിടുന്ന് നാളെ വന്ന് എടുത്ത് നോക്കാമെന്ന് പറഞ്ഞ് പോയിട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പം ആൽവീൻ അതേ പിടിച്ച് വെള്ളത്തിലിട്ടു. മീൻ കയറിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ഭയങ്കര സ്വൈര്യക്കേടായിരുന്നു കേട്ടോ ആദ്യക്കുട്ടനെ കൊണ്ട്. അങ്ങനെ ശല്യം സഹിക്കാൻ വയ്യാണ്ടാണ് ആൽവി ഇറങ്ങേണ്ടി വന്നത്. കാല് മൊത്തത്തിൽ ചളിയിൽ താണുപോയി. കാല് എന്ത് കളിച്ചിട്ടും വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ എക്സ്പ്രഷനാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവന് പക്ഷേ ചിരിയാണ് വന്നത്. അങ്ങനെ നമ്മൾ ഫിഷ് ട്രാപ്പ് എടുത്ത് കരക്കിയിട്ടിട്ടുണ്ട്. ആകെ ഒരു 20 മിനിറ്റോളം ആയിട്ടേ ഉള്ളൂ ഇത് ഇട്ടിട്ട്. അവൻ്റെ ശല്യം കൊണ്ടാണ് എടുത്ത് നോക്കിയത്. അപ്പം ഒരു ബോട്ടിൽ മാത്രം ഒരു കുഞ്ഞു മീൻ കയറിയിട്ടുണ്ട്. സ്വാഭാവികം ഇതിൻ്റെ പേര് ഞങ്ങൾക്കറിയില്ല. അപ്പം അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നേക്കണേ. ആദ്യം ഇതിനെ വയലിലേക്ക് എന്നെ കളയാമെന്ന് വിചാരിച്ച് ഒന്നല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട്
പക്ഷേ ആദ്യക്കുട്ടൻ സമ്മതിച്ചില്ല, വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു 12 മണി മുതൽ ഇത്രയും സമയമായിട്ടും വൈകുന്നേരം 5:30 ആയിട്ട് കിട്ടിയ ആകെ ഒരു മുതലല്ലേ, കളയണ്ടാന്ന് വിചാരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോയി. ട്രാപ്പ് നന്നായിട്ട് വയലിലേക്ക് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. നാളെ നമുക്ക് മീൻ കിട്ടുമോ നോക്കാമല്ലോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ബൈ ഫ്രണ്ട്സ്.